യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തെളിവെള്ളം എന്ന് പറയുന്ന സ്ഥലത്ത്, ക്ലിയർ വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈശോയും തൻ്റെ ശിഷ്യന്മാരുമെല്ലാം അവിടെ താമസമാക്കുകയാണ്. അവിടെ ഒരു വീട് അവർക്ക് ലഭിക്കുന്നു. ആ വീട്ടിൽ അവർ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നു. അവിടെ താമസിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവരെ ക്രമപ്പെടുത്തുകയാണ്. ഈ തെളിവെള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈശോ കുറച്ചു കാലം താമസിക്കുകയാണ് തൻ്റെ പ്രിയ ശിഷ്യന്മാരുമൊത്ത്. അങ്ങനെ താമസിക്കുമ്പോഴാണ് അവിടെ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വരികയും യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിക്കുവാനായി കടന്നു വരികയും ഒക്കെ ചെയ്യുന്നത്. ഈ തെളിവെള്ളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈശോ 10 കൽപ്പനകളെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. 10 കൽപ്പനയെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒന്നും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ 10 കൽപ്പനയെക്കുറിച്ച് ദൈവം തന്നെ വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ ഇതാ ദൈവം നമുക്ക് മഹത്തായ ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ഇത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ 3-ാമത്തെ വോളിയത്തിൽ 215 മുതലുള്ള പേജുകളിലാണ് ഇത് ദൈവം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ ദിവസങ്ങളിലും ഓരോ പ്രസംഗം, 10 കൽപ്പനയുടെ 10 പ്രസംഗങ്ങൾ ഓരോ ദിവസവും കേൾക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇവിടെ ആദ്യമായിട്ട് ഈശോ തെളിവെള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് യേശു ആദ്യമായിട്ട് താമസിക്കുമ്പോൾ ഈശോയെ കാണുവാൻ വന്ന ആൾക്കാരോട് ഈശോ ആദ്യമായി പ്രസംഗിക്കുന്ന 10 കൽപ്പനയ്ക്ക് മുമ്പുള്ള ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈശോയുടെ സത്യദൈവത്തിൻ്റെ, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധമായ വാക്കുകൾ നമ്മുടെ ആത്മാവിൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, നമ്മുടെ ആത്മാവിനെ പവിത്രീകരിക്കുവാൻ, അല്പം കൂടി ഉയർന്ന രീതിയിൽ വിശുദ്ധിയിലും കൃപയിലും സ്നേഹത്തിലുമൊക്കെ വ്യാപരിക്കേണ്ടത് എങ്ങനെയാണെന്ന് തമ്പുരാൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ പ്രസംഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനത്തിനായി നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം. ഈശോ ആരംഭിക്കുന്നു. ഷെഡിൻ്റെ അങ്ങേയറ്റത്ത് ചെന്ന് വീടിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. 20 പേരോളം നിലത്തിരിക്കുന്നു. ചിലരെല്ലാം തൂണിന്മേൽ ചാരി നിൽക്കുന്നു. അവരോട് വളരെ സാവകാശത്തിൽ ഈശോ പറയുന്നു, ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പരിഗണിക്കുമ്പോഴും ഈ 2 പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെയും മനുഷ്യൻ തെറ്റിൽ വീഴുന്നു. മനുഷ്യൻ ജീവിതമെന്ന് വിളിക്കുന്നത് ഒരു കാലഘട്ടത്തെയാണ്. അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് ശ്വസിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിച്ചു തുടങ്ങി, ചലിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങി. അങ്ങനെ പോകുന്ന കാലഘട്ടത്തെയാണ്. മരണമെന്ന് വിളിക്കുന്നത് ശ്വാസോച്ഛ്വാസം നിന്നുപോയി, ഭക്ഷണം കഴിക്കാതെയായി, ചലനവും ചിന്തയും പ്രവൃത്തിയുമെല്ലാം നിന്നുപോയി, തണുത്ത് ശവകുടീരത്തിനുള്ളിൽ പോകാൻ പാകമായി തീരുന്ന അവസ്ഥയെയാണ്. എന്നാൽ അങ്ങനെയല്ല. ജീവൻ എന്താണെന്ന്
നിങ്ങളെ മനസ്സിലാക്കിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ജീവന് യോജിച്ച പ്രവർത്തികൾ എന്താണെന്ന് ചൂണ്ടിക്കാട്ടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടായിരിക്കുന്നതല്ല ജീവൻ, ഉണ്ടായിരിക്കുക എന്നത് ജീവനുമല്ല. ഈ തൂണുകളിന്മേൽ പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളിയുണ്ട്, എന്നാൽ അതിന് ഞാൻ പറയുന്ന ജീവനില്ല. അതുപോലെ അവിടെ അകലെയുള്ള മരത്തിൽ കെട്ടിയിരിക്കുന്ന കരയുന്ന ആടിനും അസ്തിത്വമുണ്ട്, എന്നാൽ ഞാൻ പറയുന്ന ജീവൻ അതിനില്ല. ഞാൻ പറയുന്ന ജീവൻ ശരീരത്തിൻ്റെ അസ്തിത്വത്തോടെ ആരംഭിക്കുന്നതല്ല, മാംസത്തിൻ്റെ അന്ത്യത്തോടെ അവസാനിക്കുന്നുമില്ല. ഞാൻ പരാമർശിക്കുന്ന ജീവൻ അമ്മയുടെ ഉദരത്തിലല്ല ആരംഭിക്കുന്നത്. ഒരു ശരീരത്തിൽ വസിക്കുവാൻ ദൈവം ആത്മാവിനെ സൃഷ്ടിക്കുമ്പോഴാണ് ആ ജീവൻ ആരംഭിക്കുന്നത്. ആ ജീവൻ അവസാനിക്കുന്നത് പാപം അതിനെ കൊല്ലുമ്പോഴാണ്. മനുഷ്യൻ ആദ്യം ഒരു വിത്താണ്, വളരുന്ന ഒരു വിത്ത്, മാംസളമായ ഒരു വിത്ത്. ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും വിത്ത് പോലെയല്ല. ആദ്യം അവൻ രൂപം പ്രാപിക്കുന്നത് ഒരു മൃഗമായിട്ടാണ്. ആ നിൽക്കുന്ന ആടിൻ്റെ ഗർഭപാത്രത്തിൽ വലുതായി കൊണ്ടിരിക്കുന്ന ഭ്രൂണം പോലെ. എന്നാൽ ശാരീരികമല്ലാത്ത ഭാഗം അതിലേക്ക് നിവേശിക്കപ്പെടുന്നു. ഈ അരൂപി വളരെ ശക്തിയുള്ള ആത്മീയ ജീവനാണ്. ഈ നിവേശം കഴിയുമ്പോൾ ഭ്രൂണം ചലനമുള്ള ഒരു ചങ്കും മാത്രമായിരിക്കുകയില്ല. സൃഷ്ടാവിൻ്റെ ചിന്തയ്ക്കനുസൃതം അത് ജീവിക്കുന്നു. അത് മനുഷ്യനായിത്തീരുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രൻ, സ്വർഗത്തിലെ ഭാവി പൗരൻ. ഇത് സംഭവിക്കണമെങ്കിൽ ജീവൻ തുടരണം. മനുഷ്യനല്ലാതിരുന്നിട്ടും മനുഷ്യൻ്റെ ഛായയിൽ അവന് ആയിരിക്കുവാൻ കഴിയും. അതായത് ജീവൻ ചത്ത് ചീഞ്ഞിരിക്കുന്നതിനെ മറയ്ക്കുന്ന ഒരു ശവകുടീരമായിരിക്കും അവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിതം ആരംഭിക്കുന്നത് മാംസത്തിൻ്റെ ആരംഭത്തിലുമല്ല എന്ന്. ജനിക്കുന്നതിന് മുൻപ് ജീവിതം ആരംഭിക്കുന്നു. അപ്പോൾ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല, കാരണം ആത്മാവ് മരിക്കുകയില്ല. അതായത് ഇല്ലായ്മയായി തീരുന്നില്ല. അതിൻ്റെ ലക്ഷ്യത്തിന് അത് മരിച്ചതായിത്തീരുന്നു. ലക്ഷ്യം സ്വർഗമാണ്, എന്നാൽ ശിക്ഷയ്ക്കായി അത് ജീവിതം തുടരുന്നു. കൃപാവരത്തിന് മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സൗഭാഗ്യകരമായ ലക്ഷ്യത്തിന് മരിച്ചതായിത്തീരുന്നു. ലക്ഷ്യത്തിന് സംഭവിച്ച മരണം ഒരു വലിയ വ്രണമായി പേറിക്കൊണ്ട് ഈ ജീവിതം നാശത്തിലും പീഡനത്തിലും യുഗങ്ങളായി തുടരുന്നു. ഈ ജീവിതം ഭദ്രമായി സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ജീവൻ്റെ പൂർണ്ണതയിലെത്തുന്നു. അത് നിത്യതയിലേക്ക്, പരിപൂർണതയിലേക്ക്, സൃഷ്ടാവിനെ പോലെ ആനന്ദത്തിലേക്ക് ചെന്ന് ചേരുന്നു. ജീവിതത്തോട് നമുക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്, നമുക്കുണ്ട്. ജീവിതം ഒരു ദൈവദാനമാകുന്നു. ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും ദാതാവിനെ പോലെ വിശുദ്ധമാണ്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും വേണം. ഒരു രാജാവ് തന്ന സമ്മാനം നിങ്ങൾ ചീത്തയാക്കി കളയുമോ? ഇല്ല. അത് കുടുംബത്തിൻ്റെ ഒരു മഹത്വമായി തലമുറയായി പിന്തുടർച്ചവകാശികൾക്ക് കൈമാറും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദാനത്തെ എങ്ങനെ മോശമായി കൈകാര്യം ചെയ്യും? ഈ ദൈവിക ദാനം ഉപയോഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്വർഗീയ സ്വനമാകുന്ന ഈ ആത്മാവിനെ എങ്ങനെ സ്വർഗത്തിനു വേണ്ടി സൂക്ഷിച്ച് വളർത്തും? ഈ ഭൂമിയിലെ അസ്തിത്വത്തിന് അധീനമായിട്ടുള്ള ജീവിതം എങ്ങനെ നേടുവാൻ കഴിയും? ഇതേക്കുറിച്ച് ഇസ്രായേലിന് വ്യക്തമായ നിയമങ്ങളുണ്ട്. ഒരുവൻ അവ പാലിച്ചാൽ മതി.
ഇസ്രായേലിന് പ്രവാചകന്മാരും നീതിമാന്മാരുമുണ്ട്. അവർ മാതൃക നൽകുകയും നിയമങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്ന് വിശുദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന് ഇപ്പോഴും അതിൻ്റെ വിശുദ്ധരുണ്ട്. ഇസ്രായേലിന് തെറ്റാൻ വഴിയില്ല. ഇസ്രായേലിന് തെറ്റാൻ പാടില്ല. കറപുരണ്ട ഹൃദയങ്ങളും മൃതമായ ആത്മാക്കളും തിങ്ങിക്കൂടിയിരിക്കുന്നതായി എല്ലായിടത്തും ഞാൻ കാണുന്നു. അതിനാൽ ഞാൻ പറയുന്നു, പ്രായശ്ചിത്തം ചെയ്യുവിൻ. വചനത്തിന് നിങ്ങളുടെ ആത്മാക്കളെ തുറന്നു കൊടുക്കൂ. മാറ്റമില്ലാത്ത നിയമം പാലിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ തളർന്നു വീണിരിക്കുന്ന ജീവന് കുറേ പുതുരക്തം പകരൂ. അത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജീവനിലേക്ക്, ദൈവത്തിലേക്ക് വരൂ. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് വിലപിക്കൂ. കരുണയ്ക്കായി വിളിച്ച് നിലവിളിക്കൂ. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കൂ. ജീവിച്ചിരിക്കുന്ന മൃതരാകാതിരിക്കൂ. നിത്യകാലത്തേക്ക് വേദനിക്കാതിരിക്കേണ്ടതിന് ജീവനിലെത്തുവാനും അത് സംരക്ഷിക്കുവാനുമുള്ള വഴിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. വേറൊരാൾ നിങ്ങളോട് പറഞ്ഞു, പ്രായശ്ചിത്തം ചെയ്യൂ. പാപച്ചെളിയിൽ നിന്നും അശുദ്ധമായ ജഡികാശിയുടെ അഗ്നിയിൽ നിന്നും നിങ്ങളെ ശുചിയാക്കുക. ഞാൻ നിങ്ങളോട്, എൻ്റെ ദരിദ്രരായ സ്നേഹിതരോട് പറയുന്നു, നമുക്ക് നിയമം ഒരുമിച്ച് പഠിക്കാം. സത്യദൈവത്തിൻ്റെ, നമ്മുടെ പിതാവിൻ്റെ സ്വരം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശ്രവിക്കാം. പിന്നെ നമുക്കൊരുമിച്ച് ആ നിത്യപിതാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ കരുണ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് താഴ്ന്നിറങ്ങണമേ എന്ന്. ഇപ്പോൾ ശൈത്യകാലത്തിൻ്റെ മൂടലാണ്. എന്നാൽ അധികം താമസിയാതെ വസന്തം വരും. മഞ്ഞു വീണ് ഇല പൊഴിഞ്ഞ് നഗ്നമായി മരവിച്ചു നിൽക്കുന്ന ഒരു വനത്തേക്കാൾ കഷ്ടമാണ് മൃതമായ ഒരാത്മാവിൻ്റെ സ്ഥിതി. എന്നാൽ എളിമ, സന്മനസ്, പ്രായശ്ചിത്തം, വിശ്വാസം ഇവ നിങ്ങളിൽ തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ജീവൻ നിങ്ങളിലേക്ക് തിരികെ വരും. വസന്തകാലത്തിലെ വനം പോലെയായിരിക്കും അത്. ദൈവത്തിനായി നിങ്ങൾ പുഷ്പിക്കും. നിത്യം നിലനിൽക്കുന്ന ജീവൻ്റെ ഫലങ്ങൾ നിങ്ങളിലുളവാകും. അത് അവസാനമില്ലാത്ത നൂറ്റാണ്ടുകളും പിന്നിടും. ജീവനിലേക്ക് വരൂ. ഉണ്ടെന്നു മാത്രമാകാതെ ആ അവസ്ഥയെ നിർത്തിയിട്ട് ജീവിക്കാൻ ആരംഭിക്കൂ. അപ്പോൾ മരണം അവസാനമായിരിക്കുകയില്ല, പ്രത്യുത ആരംഭമായിരിക്കും. ഒരിക്കലും അവസാനിക്കാത്ത സമാധാനവും അളക്കാനാവാത്ത സന്തോഷവും നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ തുടക്കമായിരിക്കും അത്. മാംസത്തിനു മുമ്പ് ജീവിച്ചിരുന്നതെന്തോ അതിൻ്റെ വിജയമായിരിക്കും മരണം. നിത്യമായ പുനരുദ്ധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന മാംസത്തിൻ്റെയും വിജയമായിരിക്കും. ഈ ജീവിതത്തിൽ പങ്കുപറ്റുവാനായി ജഡവും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്കെല്ലാം സത്യദൈവത്തിൻ്റെ നാമത്തിൽ ഈ ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവർ ജഡികാശകളും ദുർമോഹങ്ങളും പാദത്തിനടിയിലാക്കി ഞെരിച്ചു കളയണം. പോയിക്കൊള്ളുക. എല്ലാ ദിവസവും ഈ സമയത്ത് സത്യദൈവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.